മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അഥവാ മാർക്കറ്റ് ക്യാപ്പ് ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാക്കാണ് മാർക്കറ്റ് ക്യാപ്പ് അഥവാ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നത്. ഒരു കമ്പനിയുടെ മൊത്തം ഓഹരികളുടെ എണ്ണത്തിൽ നിലവിലെ ഓഹരി വിലയിലുള്ള കമ്പനിയുടെ മൂല്യമാണ് മാർക്കറ്റ് ക്യാപ്പ് എന്നറിയപ്പെടുന്നത്. അഥവാ മൊത്തം ഓഹരികളുടെ എണ്ണത്തെ ഓഹരി വില കൊണ്ട് ഗുണിച്ചാൽ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ലഭിക്കും. ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ് എന്നറിയാനായി നാം ചെയ്യേണ്ടത് കമ്പനിയുടെ മൊത്തം ഓഹരികളുടെ എണ്ണത്തെ ഓഹരി വില കൊണ്ട് ഗുണിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്നത്. ഉദാഹരണമായി ഒരു കമ്പനിക്ക് 1000 ഷെയറുകളാണ് ഉള്ളതെന്ന് കരുതുക. ആ കമ്പനിയുടെ ഒരു ഷെയറിൻ്റെ വില 50 രൂപയും ആണെങ്കിൽ മൊത്തം ഷെയറിൻ്റെ എണ്ണമായിട്ടുള്ള 1000-നെ ഒരു ഷെയറിൻ്റെ വിലയായിട്ടുള്ള 50 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണോ അതാണ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ്പ് കണക്കാക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട നേട്ടമെന്ന് പറയുന്നത് കമ്പനികളുടെ വലുപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നതാണ്. കമ്പനികളുടെ വലുപ്പം മനസ്സിലാക്കുന്നതിനായിട്ട് മാർക്കറ്റ് ക്യാപ്പ് ഉപയോഗപ്പെടുത്താം. മാർക്കറ്റ് ക്യാപ്പിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിപണിയിൽ കമ്പനികളെ വിവിധ ഗ്രൂപ്പുകളാക്കി തരംതിരിക്കുന്നുണ്ട്. ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് എന്നെല്ലാം വിവിധ ഗ്രൂപ്പുകളായി തരംതിരിക്കുന്നുണ്ട്. മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തരംതിരിക്കുന്നതെന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയിൽ 20,000 കോടിയിലധികമാണ് ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എങ്കിൽ അത്തരം കമ്പനികളെ ലാർജ് ക്യാപ്പ് കമ്പനികളായിട്ട് കണക്കാക്കും. അപ്പോൾ ഇന്ത്യയിൽ ലാർജ് ക്യാപ്പ് കമ്പനി എന്ന് പറയുന്നത് 20,000 കോടിയോ അതിലധികമോ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികളെയാണ് ലാർജ് ക്യാപ്പായിട്ട് പരിഗണിക്കുന്നത്. ഇത്തരം കമ്പനികളെ നമ്മൾ ബ്ലൂ ചിപ്പ് കമ്പനികളെന്നും വിളിക്കപ്പെടും. രണ്ടാമത്തെ വിഭാഗമാണ് മിഡ് ക്യാപ്പ്. 5,000 കോടി മുതൽ 20,000 കോടി വരെയുള്ള ഒരു മീഡിയം ഇടത്തരം കമ്പനികളെയാണ് മിഡ് ക്യാപ്പ് കമ്പനികളായിട്ട് കണക്കാക്കുന്നത്. കമ്പനിയുടെ വിപണി മൂല്യം എന്ന് പറയുന്നത് 5,000 കോടിക്കും 20,000 കോടിക്കും ഇടയിലാണെങ്കിൽ അത്തരം കമ്പനികളെ മിഡ് ക്യാപ്പ് കമ്പനികളായിട്ട് കണക്കാക്കും. ഇനി മൂന്നാമത്തെ വിഭാഗമാണ് സ്മോൾ ക്യാപ്പ് കമ്പനികൾ. 5,000 കോടിക്ക് താഴെയാണ് മാർക്കറ്റ് ക്യാപ്പ് വരുന്നതെങ്കിൽ അത്തരം കമ്പനികളെയാണ് സ്മോൾ ക്യാപ്പ് കമ്പനികളായിട്ട് ഇന്ത്യയിൽ കണക്കാക്കുന്നത്. ഇതുകൂടാതെ മൈക്രോ ക്യാപ്പ്, നാനോ ക്യാപ്പ് എന്നിങ്ങനെ പല രീതിയിലും കമ്പനികളെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാറുണ്ട്. താരതമ്യേന ചെറിയ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികളാണ് മൈക്രോ ക്യാപ്പ് കമ്പനികളായിട്ട് കണക്കാക്കുന്നത്. ഇത്തരം കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 500 കോടിക്കും താഴെയായിരിക്കും. ഷെയർ മാർക്കറ്റിൽ ഇടപെടുമ്പോഴും കമ്പനികളെ പറ്റി പഠിക്കുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ പരിചയപ്പെടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരും. അതുവരേക്കും നന്ദി, നമസ്കാരം.